നൂറുകണക്കിന് ഇസ്രയേലി പൗരന്മാർ കൊല്ലപ്പെടേണ്ടിയിരുന്ന ഒരു മഹാദുരന്തം ഇസ്രയേലിന്റെ ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രം ഒഴിഞ്ഞുപോയി. അപകടം തലനാരിഴയ്ക്ക് ഒഴിഞ്ഞുപോയെങ്കിലും ഇസ്രയേലിൽ അടിമുടി ഭീതി പടരുന്നു. ഇത് വലിയ സുരക്ഷാ വീഴ്ചയായി കാണുന്നു. ഒക്ടോബർ 7-ന് ഇസ്രയേലിന്റെ അതിർത്തി കടന്ന് അനേകരെ പിടിച്ചുകൊണ്ടുപോവുകയും നിരപരാധികളെ കൊന്നു തള്ളുകയും ചെയ്തിട്ടും പാഠം പഠിക്കാത്തത് എന്തുകൊണ്ട് എന്ന് ഇസ്രയേലികൾ പരസ്പരം ചോദിക്കുന്നു. ഹമാസ് തുൽക്കാം ബറ്റാലിയൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ രാജ്യത്ത് നിങ്ങൾ അധിനിവേശം തുടരുന്നിടത്തോളം കാലം ഞങ്ങൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. ഓരോ രക്തസാക്ഷിയുടെയും ജീവന് നിങ്ങൾ വില കൊടുക്കേണ്ടി വരും എന്നാണ് ഹമാസ് തുൽക്കാൻ ബറ്റാലിയൻ ഇതേക്കുറിച്ച് പ്രതികരിച്ചത്. ഇത് തീർച്ചയായും ഇസ്രായേലിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ് നിർത്തിയിട്ടിരുന്ന ഒരു ബസ്സിൽ സുരക്ഷാ സംവിധാനങ്ങളെ മറികടന്നുകൊണ്ട് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചത് എന്ന ചോദ്യമാണ് ഇസ്രായേലിനെ കുഴക്കുന്നത്. പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും കുറ്റക്കാരെ വെറുതെ വിടില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഗതാഗത മന്ത്രി മൊറോക്കോയിൽ സന്ദർശനത്തിലായിരുന്നു. സന്ദർശനം വെട്ടിച്ചുരുക്കി തിരിച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. സ്ഫോടനം ഉണ്ടായി ഏതാനും നിമിഷങ്ങൾക്കകം രാജ്യത്തെ മുഴുവൻ ബസ്സുകളും ട്രെയിനുകളും മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളും നിർത്തി. എല്ലാ യാത്രക്കാരെയും ഒഴിപ്പിച്ച് ബങ്കറിലേക്ക് മാറ്റി. എന്നിട്ട് പരിശോധന നടത്തി. ഏതെങ്കിലും വാഹനത്തിൽ ഇങ്ങനെ സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് തുടർന്ന് യാത്ര അനുവദിച്ചത്. അത്ര വേഗതയിലാണ് അവർ കാര്യങ്ങൾ നടത്തിയത്. എന്നിട്ടും ചോദ്യം ബാക്കിയാകുന്നു. ഇത്തരം സുരക്ഷാ സന്നാഹങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് ഈ ബസ്സുകളിൽ ഇവർ സ്ഫോടനങ്ങൾ സെറ്റ് ചെയ്തത്? ഇസ്രായേലിന്റെ ദൈവം കാത്തെങ്കിലും ഒരിക്കലും ക്ഷമിക്കാനാവാത്ത വലിയ ദുരന്തമായി ഇത് മാറുമായിരുന്നു. ഈ സ്ഫോടനം ഇസ്രായേലിനെ കൂടുതൽ അക്രമകാരികളാക്കും എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്.